നാട്ടുകാരെ ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്യുന്ന അമ്മയമ്മമ്മ എന്ന ആക്ഷേപഹാസ്യ നാടകം പ്രേക്ഷകർ ആവേശപൂർവ്വം സ്വീകരിക്കുന്നു. ഓണാഘോഷത്തിന്റെ ഭാഗമായി ബേഡകം തോരോത്ത് എൻജോയ് ഫ്രണ്ട്സ് വായനശാലയുടെ വേദിയിൽ അരങ്ങേറിയ നാടകം കാണാൻ നൂറുകണക്കിന് ആളുകൾ എത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം ബീംബുകാൽ AKG പഠന കേന്ദ്രത്തിന്റെ ഓഡിറ്റോറിയത്തിലും നാടകപ്രേമികളെ കുടുകുടെ ചിരിപ്പിച്ച് അമ്മയമ്മമ്മ അരങ്ങിലെത്തി. മലയാളികൾ വിദ്യാസമ്പന്നരാണ്, പക്ഷെ മടിയന്മാരുമാണ്. മെയ്യനങ്ങാതെ വേല ചെയ്ത് എളുപ്പവഴിയിൽ കാശുണ്ടാക്കാൻ നോക്കുന്നവർ പലപ്പോഴും തട്ടിപ്പ് സംഘങ്ങളുടെ മോഹനസുന്ദര വാഗ്ദാനങ്ങളിൽപ്പെട്ട് വഞ്ചിതരാകുന്നു. പക്ഷെ നമ്മൾ പാഠം പഠിക്കില്ല. തട്ടിപ്പുകാർ മറ്റൊരു പേരിൽ, മറ്റൊരു രൂപത്തിൽ പ്രലോഭനങ്ങളുമായി മുന്നിലെത്തും. ആർത്തിപ്പണ്ടാരങ്ങളെ ആകർഷിക്കുന്ന ഓൺലൈൻ ബിസിനസ്സുകാരായി, യുവത്വത്തെ മയക്കിക്കിടത്തുന്ന മയക്കുമരുന്ന് വ്യാപാരികളായി, വിശ്വാസികളെ ചൂഷണം ചെയ്യുന്ന ആൾ ദൈവങ്ങളായുമൊക്കെ അവർ നമ്മുടെ തലയ്ക്ക് മുകളിൽ വട്ടമിട്ടുകൊണ്ടേയിരിക്കും. അങ്ങനെ പരാത ജീവിതം നയിക്കുന്ന ചില കൗശലക്കാരെ പരിചയപ്പെടുത്തുകയാണ് അമ്മയമ്മമ്മ എന്ന അരമണിക്കൂർ ദൈർഘ്യമുള്ള നാടകം. നാടകത്തിലെ ഓരോ കഥാപാത്രങ്ങളും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കാണികളെ കയ്യിലെടുക്കുന്നു. നാടകം നാട്ടുകാർക്ക് നൽകുന്ന സന്ദേശം നാടൊന്നാകെ ആഗ്രഹിക്കുന്ന ആശയമാണെന്ന് നാടകം കണ്ടവർ ഒരേ സ്വരത്തിൽ പറയുന്നു. ഇവരാരും നിസ്സാരക്കാരല്ലാത്തതുകൊണ്ട് അഭിനയത്തെക്കുറിച്ചൊന്നും പറയാനില്ല. ഈ അവസാന നിമിഷങ്ങളിലെല്ലാം നമ്മുടെ ആരുടെയും കണ്ണും കാതും മാറാതെ ഇവരുടെ ഓരോരുത്തരിലേക്കും നമ്മളെ സന്നിവേശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം. ചില ഫുട്ബോൾ മത്സരങ്ങൾ കളിക്കുമ്പോൾ 10 ആളുകളൊക്കെ ഒരു പന്തിനെ എത്തിച്ച് അവസാനം ഒരുത്തന്റെ കാലിലാണ് എല്ലാവരുടെയും പ്രതീക്ഷ എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, എല്ലാവരും നമ്മുടെ കണ്ണുകളെ ഇങ്ങനെ മാറ്റിക്കൊണ്ടു. ഇപ്പൊ ഈ നാടകം പറയുന്ന ഒരു ആശയത്തിലൊരു തുടക്കത്തിൽ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു. ആള് അവിശ്വാസിയാണെങ്കിലും രാജ്യസ്നേഹം ഇല്ലാത്തവനാണെങ്കിലും ആളും ഉപകാരിയാണ്. എല്ലാത്തിനും നാട്ടിലേക്ക് പൊതിച്ചോറ് കൊണ്ടുകൊടുക്കാനും നമ്മുടെ കാര്യങ്ങൾക്കെല്ലാം വേണം. ഇത് തന്നെയാണ് ഇതിന്റെ ഒരു ആശയം എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നത്. ആൾ ഉപകാരിയാണ്, പക്ഷെ ഏറ്റവും പ്രധാനം ഏതാണ്? ഉപകാരി ആവുന്നതല്ല, മറ്റ് ചില കാര്യങ്ങളാണ് പ്രധാനം. അതില്ലെങ്കിൽ മാത്രമേ ആൾ ഉപകാരിയായതിന്റെ കാര്യമുള്ളൂ എന്നുള്ള നിലയിലേക്കാണ് നമ്മുടെ ആശയം. അപ്പോൾ ആ ആശയത്തിനെ കുറിച്ച് കൂടുതൽ പറയാനില്ല. സ്ഥിരം നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണെങ്കിൽ പോലും വളരെ വ്യത്യസ്തമായ രീതിയിലാണ് അത് അവതരിപ്പിച്ചത്. പിന്നെ അതിലെ കണക്കും കയ്യും എല്ലാം മെയ്യും എല്ലാം ഒരുപോലെ ചേർന്ന അവസാന രംഗത്തില് നന്നായി കണക്കും കാര്യങ്ങളും ചെയ്യുന്ന തോരത്തവനോട്ടൻ ഈ ഒരു ഭസ്മത്തട്ടിനെ തട്ടിയിടാൻ വേണ്ടിയിട്ട് വളരെ കൃത്യമായ കാല് ചലനങ്ങൾ, കൂടുതൽ പ്രശ്നങ്ങളില്ലാതെ അതിനെ തട്ടിയിടാൻ വേണ്ടി ശ്രമിച്ച ആ ഒരു ശ്രമവും, അതുപോലെ സ്വാമി മധുവട്ടൻ വിറച്ചുകൊണ്ടുണ്ട്. പക്ഷെ ചില സമയങ്ങളിൽ നമ്മൾ ആ വിറയെ മറ്റ് പ്രധാനപ്പെട്ട ഡയലോഗുകൾ ഇല്ലാത്ത സമയത്ത് ആ വിറയെ ആ ഒരു സമയം നോക്കി അതിനെ തീവ്രമാക്കുകയും പിന്നെ അതിനെ ഇതാക്കുകയും ചെയ്യുന്ന ആ ഒരു അഭിനയവും കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. കാസർഗോഡ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കലാസാഹിത്യ അഭിരുചിയുള്ള, ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ തൽപരരായ, പുരോഗമന കാഴ്ചപ്പാടുള്ള മലയാളികളുടെ നവമാധ്യമ കൂട്ടായ്മയായ ചെമ്പകം കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ ഫോറമാണ് നാടകം അരങ്ങിലെത്തിക്കുന്നത്. ജില്ലയിലെ പ്രമുഖ നാടക പ്രവർത്തകരായ മധു ബേഡകം, ശശി ആറാട്ടുകടവ്, ശാരദ മധു, രാജു അരമങ്ങാനം, സുജിത് തോക്കാനം, വിഷ്ണു തച്ചങ്ങാട്, നിഖിൽ ഗോപാൽ പെർലടുക്കം, മധു തോരോത്ത്, അശോകൻ തോരോത്ത്, വേണുഗോപാൽ വേലക്കുന്ന് എന്നിവരാണ് നാടകത്തിൽ വേഷമിടുന്നത്. നാടകരചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് മധു ബേഡകമാണ്. സംഗീതം വിഷ്ണു തച്ചങ്ങാട് നിർവഹിച്ചിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് നാട്ടുവാർത്ത.